മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പിലെ ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം പൂർത്തിയായി. ഫേസ് 1 ലിസ്റ്റിൽ ഉൾപ്പെട്ട 19 കുടുംബങ്ങൾക്കാണ് ഇന്നലെ വീടുകൾ കൈമാറിയത്. 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ ടൗൺഷിപ്പിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സോണിലെ ഐ ക്ലസ്റ്ററിലുള്ള 10 വീടുകളും ജെ ക്ലസ്റ്ററിലുള്ള 9 വീടുകളുമാണ് ഇന്നലെ കൈമാറിയത്. ഇതോടെ ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം പൂർത്തിയായി. ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തി നടത്തിയ മൂന്നാം ഘട്ട പരിശോധനയ്ക്ക് ശേഷമാണ് വീടുകൾ കൈമാറിയത്. കണ്ടു, വളരെ സന്തോഷം. നല്ല ഭംഗിയായിട്ട് സർക്കാർ ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും നടന്ന് കണ്ടു. പക്ഷേ ഞങ്ങളൊരു പരാതി പറഞ്ഞിട്ടുണ്ട്, അത് സാർമാർ ചെയ്തു തരാറ്. എല്ലാ വീടുകളും നല്ല ഉഷാർ വീടുകളാണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 178 വീടുകളും വരെ ഇതിലാണ് പോണത്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ മോളെ വീടാണ് നഷ്ടപ്പെട്ടത്. അവർക്ക് വീട് കിട്ടി, സന്തോഷമായി. നല്ല വീടാണ്, മഴൻ്റെ മുന്നേ കയറിക്കൂടും. കൈമാറിയ വീടുകളിൽ എപ്പോൾ വേണമെങ്കിലും കുടുംബങ്ങൾക്ക് താമസം ആരംഭിക്കാം. ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് താക്കോലുകൾ കൈമാറുമെന്ന് ULCC പ്രതിനിധി അറിയിച്ചു. നമ്മൾ ഇന്നത്തോടുകൂടി 178 വീടുകളുടെ ബെനിഫിഷ്യറി ആയിട്ടുള്ള മീറ്റിംഗ് ഇന്നത്തോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഒഫീഷ്യലായിട്ട് ഓരോരുത്തരുടെ കീ ഹാൻഡ് ഓവറിംഗ് ആണ് നടക്കാനുള്ളത്. അത് ഓൾറെഡി ഒരാളുടെ നടന്നു കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ഇന്നും നാളുകളിലായിട്ട് നടക്കുന്നതായിരിക്കും. ബാക്കിയുള്ള വീടുകൾ നമ്മളിപ്പം കളക്ടറേറ്റിലൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു. മീറ്റിംഗ് വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്ത ഫേസിലേക്കുള്ള ഒരു 327 ബെനിഫിഷ്യറീസാണുള്ളത്. ആ ബെനിഫിഷ്യറീസിന് വീട് കൈമാറുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഫൈനൽ പ്ലാൻ നമ്മൾ കൊടുക്കുന്നത് എന്ത് പറഞ്ഞാലും ഒരു 1-2 മാസത്തിനുള്ളിൽ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലൊരു പ്ലാൻ ആക്കിയിട്ടുണ്ട്. അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടെ താമസം ആരംഭിക്കാനാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ ലഭിച്ച കുടുംബങ്ങളുടെ തീരുമാനം. കൈമാറിയ വീടുകളിലൊന്നിൽ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം താമസം തുടങ്ങിയിരുന്നു. ആകെ 410 വീടുകളാണ് ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത്. ഇവയിൽ ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് മലയാളം, വയനാട്.